അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അൻഫാൽ 70 മുതലുള്ള വചനങ്ങളിലേക്ക്. ബദർ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടാനായി ഖുറൈശ് സംഘം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. പലർക്കും യുദ്ധത്തിന് പോകാൻ ഇഷ്ടമോ താൽപ്പര്യമോ ഇല്ലായിരുന്നു. നിർബന്ധങ്ങളിൽപ്പെട്ടും പ്രലോഭനങ്ങളിൽ കുടുങ്ങിയും സംഘത്തിൽ ചേരേണ്ടി വന്നവർ പലരുമുണ്ട്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരനാണ് അദ്ദേഹം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നും ഒരു സഹായിയായിരുന്നു അദ്ദേഹം. മദീനയിൽ നിന്നും ഹജ്ജിനായെത്തിയ ചെറിയ സംഘവുമായി ചർച്ച നടത്തുന്നതിനായി അർദ്ധരാത്രിയിൽ അതീവ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ ഖുറൈശികളുടെ നിർബന്ധങ്ങൾക്കും സമ്മർദ്ദത്തിനും വഴങ്ങി മുസ്ലിംകൾക്കെതിരെയുള്ള യുദ്ധത്തിനായി പുറപ്പെടാനൊരുങ്ങുന്നു. പുറപ്പെടുന്നതിന് മുമ്പ് ഭാര്യ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹയെ വിളിച്ച് ചില രഹസ്യങ്ങൾ പറഞ്ഞു. തൻ്റെ സകല സമ്പാദ്യങ്ങളും സ്വർണവും പണവും മറ്റെല്ലാം ഇന്ന ഭാഗത്ത് സുരക്ഷിതമായി വച്ചിട്ടുണ്ട്. താനെങ്ങാനും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ആ സ്വത്തുക്കൾ മുഴുവൻ സന്താനങ്ങൾക്കിടയിൽ പങ്കിട്ട് നൽകുകയും നിങ്ങൾ സമാധാനമായി ജീവിക്കുകയും വേണം. ഭാര്യ ഉമ്മുൽ ഫദ്ൽ, ശരിയായ പേര് ലുബാബ ബിന്തുൽ ഹാരിസ, ബനു ഹിലാൽ ഗോത്രത്തിൽപ്പെട്ട വനിതയാണ്. ആദ്യമേ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാളാണ് ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവാണ്. ഫദ്ൽ ഇളയ മകനാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ ഫദ്ൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭർത്താവ് ഈ യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടുന്നതിൽ അവർ അതിയായ ദുഃഖിതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരിൽ വിജയം വരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ തൻ്റെ ഭർത്താവ് യാതൊരു പ്രയാസവും കൂടാതെ മടങ്ങിയെത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്ത അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ബന്ധിയായി പിടിക്കപ്പെടുന്നു. ഇപ്പോൾ യുദ്ധ തടവുകാരോടൊപ്പം ബന്ധനസ്ഥനായി അദ്ദേഹവും മദീനയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും മോചനമൂല്യം നിശ്ചയിച്ചു നൽകി. സാധുക്കളായവർക്ക് കുറഞ്ഞ തുകകളും സമ്പന്നർക്ക് അവരുടെ സമ്പത്തിനനുസരിച്ചുള്ള തുകകളും നിശ്ചയിക്കപ്പെട്ടു. വിപ്ലവകരമായ മറ്റൊരു നടപടിയായിരുന്നു സാക്ഷരതാ മിഷൻ. മോചനദ്രവ്യം നൽകാൻ യാതൊരു സമ്പത്തും കയ്യിലില്ലാത്തവർ തങ്ങൾ എഴുത്തും വായനയും അറിയുന്നവരാണെങ്കിൽ അതറിയാത്തവരെ പഠിപ്പിക്കണം എന്ന വ്യവസ്ഥയിലും പലരെയും സ്വതന്ത്രരാക്കി. വായിക്കുക എന്ന ആഹ്വാനവുമായി അവതരിക്കാൻ ആരംഭിച്ച മഹത് ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിയ ഒരു ജനതയിൽ നിന്നും ഇത്തരം ഒരു നടപടി ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും താങ്ങാൻ കഴിയുന്ന മോചനത്തുക നിർണയിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ ഊഴം എത്തി. അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന സഹോദര പുത്രന്മാരായ അഖീലിനും നൗഫലിനും ചേർത്ത് വലിയ ഒരു തുക വിധിച്ചു. അദ്ദേഹമാകട്ടെ അടുത്ത ബന്ധുവെന്ന നിലയിൽ കാര്യമായ ഒരു ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശിഷ്ടകാലം ഞാൻ ഖുറൈശികളോട് യാചിച്ച് ജീവിക്കണം എന്നാണോ പറയുന്നത്? എന്ന് പറഞ്ഞാൽ തരാൻ പണമില്ല എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു ചോദ്യമായിരുന്നു. യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് താങ്കൾ ഭാര്യയോട് പറഞ്ഞതെന്താണ്? ഈ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഒരുപക്ഷെ ഞാൻ മരണപ്പെട്ടാൽ ഈ സമ്പത്ത് മുഴുവൻ നീയും കുട്ടികളും പങ്കിട്ടെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഉമ്മുൽ ഫദ്ലിനെ ഏൽപ്പിച്ച സമ്പത്ത് മുഴുവൻ അവിടെ തന്നെ ഇല്ലേ? ചോദ്യം കേട്ട അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. മറ്റൊരാളും അറിയാൻ ഒരു വിധത്തിലുമുള്ള സാധ്യതയുമില്ലാത്ത ഈ രഹസ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സകല രഹസ്യങ്ങൾക്കും സാക്ഷിയായ അള്ളാഹു അറിയിച്ചു കൊടുത്തതാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ബോധ്യമായി. അത് അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടായിരുന്നു, ഇത്രയേറെ പണം നൽകേണ്ടി വരുന്നതിൽ. ഈ സന്ദർഭത്തിലാണ് സൂറത്തുൽ അൻഫാലിൻ്റെ 70-ാം വചനം അവതരിക്കുന്നത്. കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിമൻ ഫീ ഐദീകും മിനൽ അസ്റാ ഇൻ യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ ഖൈറൻ മിമ്മാ ഉഖിദ മിൻകും വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, നിങ്ങളുടെ കൈവശമുള്ള യുദ്ധത്തടവുകാരോട് താങ്കൾ പറയുക, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയുമുള്ളതായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്കവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. വഇൻ യുരീദൂ ഖിയാനതക ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബ്ലു ഫഅംകന മിൻഹും വല്ലാഹു അലീമുൻ ഹകീം. ഇനി താങ്കളെ വഞ്ചിക്കുവാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ മുമ്പ് അള്ളാഹുവോടും വഞ്ചന കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. യുദ്ധത്തടവുകാരെ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുമ്പോൾ ഇനിയും മുസ്ലിങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെടില്ല എന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കുവാനാണ് അവരങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിൽ ഭയപ്പെടേണ്ടതില്ല എന്നാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത്. എന്നാൽ വഞ്ചനയും ഗൂഢാലോചനകളും ശത്രുതാപരമായ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നവരെ എപ്രകാരം പിടികൂടണമെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അള്ളാഹു സർവജ്ഞനും മഹായുക്തിമാനുമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നൽകുന്നത്. ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി വല്ലദീന ആവവ്വ നസറൂ ഉലൈക ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് വല്ലദീന ആമനൂ വലം യുഹാജിറൂ മാലക്കും മിൻ വലായതിഹിം മിൻ ഷൈഇൻ ഹത്താ യുഹാജിറൂ വഇൻ ഇസ്തൻസറൂകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്റു ഇല്ലാ അലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ് വല്ലാഹു ബിമാ തഅമലൂന ബസീർ. തീർച്ചയായും വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിലേർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും പരസ്പരം ഉറ്റമിത്രങ്ങളാകുന്നു. വിശ്വസിക്കുകയും എന്നാൽ സ്വദേശം വെടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്തവരോട് അവർ സ്വദേശം വെടിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു സംരക്ഷണ ബാധ്യതയുമില്ല. ഇനി മതകാര്യത്തിൽ അവർ നിങ്ങളുടെ സഹായം തേടുകയാണെങ്കിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുമായി കരാറിലേർപ്പെട്ട് കഴിയുന്ന ജനതയ്ക്കെതിരായി നിങ്ങൾ അവരെ സഹായിക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. വല്ലദീന കഫറൂ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് ഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. സത്യനിഷേധികളും അന്യോന്യം മിത്രങ്ങളാകുന്നു. ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പവും വലിയ നാശവും ഉണ്ടായിത്തീരുന്നതാണ്. സ്വന്തം നാടും മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് മദീനയിൽ എത്തിച്ചേർന്ന മുസ്ലിങ്ങളും അവരെ സർവാത്മനാ സ്വാഗതം ചെയ്യുകയും ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളുമെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത മദീനക്കാരായ മുസ്ലിങ്ങളും തമ്മിൽ ദൃഢമായ മൈത്രീബന്ധമാണ് ഉണ്ടായിരുന്നത്.
ഹിജ്റയ്ക്കും മക്ക വിജയത്തിനുമിടയിലുള്ള കാലയളവിൽ ഏത് നാട്ടിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചവരും മദീനയിൽ എത്തിച്ചേരണമെന്ന കൽപ്പനയുണ്ടായിരുന്നു. എന്നാൽ മദീനയിലെ മുസ്ലിങ്ങളോടൊപ്പം വന്നു ചേരാതെ അവിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളുമായി മൈത്രിബന്ധം സ്ഥാപിക്കൽ സാധ്യമല്ല. എന്നാൽ മതകാര്യത്തിൽ അവർ സഹായം ആവശ്യപ്പെട്ടാൽ അവരെ സഹായിക്കണം. ഈ സഹായം തന്നെ മുസ്ലിംകളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് എതിരാകാനും പാടില്ലാത്തതാണ്. ഇസ്ലാമിൻ്റെ നീതിബോധത്തിനും സത്യനിഷ്ഠയ്ക്കും അത് എതിരാണ്. ഐക്യപ്പെടലിൻ്റെ പ്രാധാന്യത്തിലേക്കും ഭിന്നിച്ചാലുള്ള ഭവിഷ്യത്തിലേക്കും സൂചന നൽകുന്നു 73-ാം വചനം. സത്യനിഷേധർക്കിടയിൽ പലതരം ഭിന്നതകളുണ്ടെങ്കിലും സത്യവിശ്വാസികൾക്കെതിരിൽ അവർ ഒന്നിക്കുക തന്നെ ചെയ്യും എന്ന മുന്നറിയിപ്പും നൽകുന്നു ഈ വചനം. വല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി വല്ലദീന ആവൗ വനസറൂ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ ലഹും മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം. വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും തന്നെയാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും. വല്ലദീന ആമനൂ മിൻ ബഅദു വഹാജറൂ വജാഹദൂ മഅകും ഫഉലൈക മിൻകും വഉലുൽ അർഹാമി ബഅ്ദുഹും മൗലാ ബിബഅ്ദിൻ ഫീ കിതാബില്ലാഹ് ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അതിനുശേഷം വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും നിങ്ങളോടൊപ്പം സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. എന്നാൽ രക്തബന്ധമുള്ളവർ അള്ളാഹുവിൻ്റെ രേഖയിൽ, അതായത് അള്ളാഹുവിൻ്റെ നിയമത്തിൽ പരസ്പരം കൂടുതൽ ബന്ധപ്പെട്ടവരാകുന്നു. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവർ, ഇവരെ മുഹാജിറുകൾ എന്ന് പറയുന്നു. അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവർ, ഇവരെ അൻസാറുകൾ എന്ന് പറയുന്നു. ഇവരിരുവരുടെയും ത്യാഗങ്ങളെ പ്രകീർത്തിക്കുകയാണ് അള്ളാഹു. അവർക്ക് പാപമോചനങ്ങളും മാന്യമായ ഉപജീവനവും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ഇവരിരു കൂട്ടരും തമ്മിൽ ശക്തമായ സാഹോദര്യ ബന്ധമാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. അനന്തരാവകാശ സ്വത്തിൽ പോലും അവർക്ക് പരസ്പരം അവകാശമുണ്ടായിരുന്നു. ഇവിടെ ഈ 75-ാം വചനത്തിൻ്റെ അവതരണത്തോടെ ആ നിയമം റദ്ദ് ചെയ്യപ്പെടുകയാണ്. അനന്തരാവകാശം ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളവരിലേക്ക് നിജപ്പെടുത്തുകയാണ്. പിന്നീട് സത്യവിശ്വാസം സ്വീകരിക്കുകയും ഹിജ്റ പോവുകയും ചെയ്തവർ എന്ന് പറഞ്ഞത് ഹുദൈബിയ സന്ധിക്ക് ശേഷവും മക്ക വിജയത്തിന് മുമ്പും ഹിജ്റ ചെയ്തവരാണ്. അവരും നിങ്ങളിൽപ്പെട്ടവർ തന്നെ. അവർക്കും അള്ളാഹുവിങ്കൽ മഹത്തായ പ്രതിഫലവും സ്ഥാനവുമുണ്ട്. എന്നാൽ തുടക്കത്തിൽ ഹിജ്റ ചെയ്തവർ, അവർ സഹിച്ച മഹത്തായ ത്യാഗം അതവരെ ഉത്കൃഷ്ടരും ഉന്നത ശ്രേണിയിലുള്ളവരുമാക്കി മാറ്റി. സർവകാര്യങ്ങളെ സംബന്ധിച്ചും സർവശക്തനായ അള്ളാഹു അഗാധ ജ്ഞാനമുള്ളവനാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സൂറ അവസാനിപ്പിക്കുന്നത്. സൂറത്തുൽ അൻഫാൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗത്ത് 9-ാം അധ്യായം സൂറത്തു തൗബ ആരംഭിക്കുന്നു ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.